ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ. ആദ്യമേ പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തുണ്ടെല്ലാം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് തിരുവോണമാണ്. നമ്മളിതേ സദ്യയൊക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് ആഘോഷിച്ചു ഇന്ന് തിരുവോണം. അടുത്ത വർഷം ഇതുപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പൊ ഞങ്ങളിപ്പോ ഒന്ന് എന്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങും, എന്റെ അമ്മ കാണാനായിട്ട്. ആദ്യമായിട്ടാണ് എന്റെ വീട്ടില് ശോഭനമ്മ വരാൻ പോണത്. അങ്ങനെ അമ്മയുടെ വീട്ടില്. അപ്പൊ അങ്ങനെ പോവാനായിട്ട് പോവാണ്. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം വേറെന്താന്ന് വെച്ചാല്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും. എന്റെ ചാനലില് ഞാൻ മൊബൈൽ നമ്പർ ഇൻസേർട്ട് ചെയ്തിരുന്നു. മൊബൈൽ നമ്പർ ഇൻസേർട്ട് ചെയ്ത വീഡിയോ ഇപ്പൊ ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇട്ടത് ഒരു ഈവനിങ്ങിലാണ് ഇട്ടത്. ഇട്ട സമയത്ത് ഒരു 10 മിനിറ്റ് തൊട്ട് തന്നെ അത് 88K എന്തോ വ്യൂസ് എത്തി. അപ്പൊ ഒരു അപ്രോക്സിമേറ്റ് 100K അടുപ്പിച്ചായി. ഒരു 10 മിനിറ്റും ഉണ്ട്. സോ ഞാന് ഈ ഫോണ് മൊബൈൽ നമ്പർ ഇട്ടിട്ട് ഒരു ഇട്ട സമയത്ത് 89% ചാർജ് ഉണ്ടായിരുന്ന ഒരു ഫോണ് ഈ മൊബൈൽ നമ്പർ ഇട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നേരെ 29% വന്നു. അതായത് കറക്റ്റ് പറഞ്ഞാല് മൊബൈൽ നമ്പർ ഇട്ട് തുടങ്ങിയ അപ്പം തൊട്ടിട്ട് അതിനകത്ത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പ് പൊള്ളിയാണെന്ന്. കോള് വന്നു തുടങ്ങി. കോളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോള് വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇതിനകത്ത് മെസ്സേജ് ചെയ്തു. ഓക്കെ, മെസ്സേജ് കഴിഞ്ഞു, വാട്സപ്പ് കോൾ ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ആ സിം ആക്റ്റീവ് ആയിരുന്ന സിം, എന്റെ പേഴ്സണൽ നമ്പറാണ്. സോ ആ നമ്പറിനെ ഞാൻ, എന്റെ 18 വർഷം പഴക്കമുള്ള നമ്പറാ. ഞാൻ എന്ത് ചെയ്താ, പെട്ടെന്ന് ആ നമ്പറിനെ സിം സ്ലോട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തപ്പോൾ അടുത്തെന്ന് പറയുന്നത് വാട്സപ്പിൽ കൂടെ മെസ്സേജും കോളുകളുമായി. അപ്പൊ ഞാൻ ആ നമ്പർ ഇട്ടിരുന്നപ്പോഴേ പറഞ്ഞിരുന്നു, ഇതെനിക്ക് ഞാൻ തരുന്നത് എന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെന്തൊക്കെയോ ആവശ്യങ്ങൾക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത്, എന്റെ ചാനൽ വഴി ഇപ്പോ ഉദാഹരണം ഒരു ചേച്ചിക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ അത് ഇട്ടിരുന്നു. അതുമാതിരി എന്തെങ്കിലും ആവശ്യങ്ങൾ, ഇപ്പം വയ്യായിക ഉള്ളത്, ഇപ്പൊ അമ്മയും മാതിരി വയ്യായിക ഉള്ളവരോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ വഴി മറ്റുള്ളവരിൽ എത്തിച്ചാൽ അവർക്ക് ആ സഹായം ലഭിക്കുമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ നമ്പർ തന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ആവശ്യക്കാർ മാത്രമേ കോൺടാക്ട് ചെയ്യാവുള്ളൂ. ഈ 100K വ്യൂസ് ഒക്കെ അടുപ്പിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതിൽ എത്ര പേര് എന്നെ വിളിച്ചിട്ടുണ്ടാവുന്നു. ആൾക്കാർ വിളിക്കുന്ന, എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എന്നോടുള്ള സ്നേഹവും ഞങ്ങളോടുള്ള സ്നേഹവും കൊണ്ടാണ് വിളിക്കുന്നത്, അത് ഊഹിക്കാം എനിക്ക്. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഞാനൊരു അമ്മയാണ്. നിങ്ങൾ തന്നെ ചോദിച്ചു ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫാമിലി എന്നുള്ളത്. ഒരു വയ്യായികളുടെ അമ്മ, 2 കുട്ടികൾ, ഒരു 10-12 പട്ടികൾ, പിന്നെ വീട് കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ എനിക്ക് ഈ എല്ലാവരുടെ കോളും എടുത്ത് അവരോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സിം സ്ലോട്ട് ഓഫ് ചെയ്യുക, പിന്നെ ആ വാട്സപ്പ് അങ്ങ് ഡിസേബിൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. പകരം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ അങ്ങോട്ട് കയറാൻ നോക്കിയില്ല. ആ നമ്പറേ മാറ്റേണ്ട ഓപ്ഷൻ എന്നുവെച്ചാൽ ഇപ്പോഴും കോളുകൾ വന്നുകൊണ്ടിരിക്കുവാണ് എനിക്ക്. അമ്മ ഉണ്ടായിരിക്കും, കൊച്ചിന് വരട്ടല്ലേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ അപ്പൊ തന്നെ അൺലിസ്റ്റ് ചെയ്തു. വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല, പകരം അൺലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിൽ വിളിച്ചവര് ഒരു പകുതി മുക്കാൽ പേര് എന്നോട് ക്യാഷ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് പ്രൊമോഷൻ വീഡിയോ വരാഞ്ഞിട്ടല്ല, ഞാൻ ആദ്യം കുറച്ച് മാറി നിന്നു. രണ്ടാമത് ഗെയിം റിലേറ്റ് ചെയ്ത പ്രൊമോഷൻ വീഡിയോ ആണ് വന്നത്. അത് 2-3 വന്നത്. അപ്പൊ അത് ഗെയിം റിലേറ്റഡ് ആയതുകൊണ്ട് എനിക്കതിന് പൊതുവെ താല്പര്യം ഇല്ലാത്തൊരു പേഴ്സൺ ആയതുകൊണ്ട് അതിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് പ്രൊമോഷൻ വീഡിയോസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വന്നിരുന്നു, ഇല്ല എന്ന് പറയണില്ല, പക്ഷെ അപ്രോച്ച് ഞാൻ തന്നെ ബാക്കിലോട്ട് മാറിയതാണ്. അപ്പോ ഞാൻ ഇതുവരെയും പ്രൊമോഷൻ വീഡിയോ ഒന്നും എടുക്കില്ല. അപ്പം ഈ കാണുന്നവർ വിചാരിക്കുന്ന യൂട്യൂബിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സും അല്ലെങ്കിൽ വ്യൂസും ഉണ്ടെങ്കിൽ നിറയെ ഇൻകം വരും എന്നുള്ളൊരു തോന്നൽ കാണുന്നവർക്കുണ്ടാവും. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ഈ സോഷ്യൽ മീഡിയയിലെ ഇൻകം വരുന്നത് പ്രൊമോഷൻ വീഡിയോ വഴിയാണ് കൂടുതലും. ഇതിൽ ഇൻകം വരുന്നില്ല എന്നല്ല, കമ്പയർലി ഇത് വളരെ കുറവാണ്. അപ്പൊ എനിക്ക് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഇൻകം ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഈ ആൾക്കാർ ഓരോരുത്തർ കടം ചോദിക്കുന്ന 1-2 അപ്പൊ നമ്മൾ വിചാരിക്കും കൊടുത്തുകൂടെ. അപ്പൊ നിങ്ങളിപ്പോ കാണുന്നവർ വിചാരിക്കും പാവപ്പെട്ടവരല്ലേ ചോദിക്കുന്നത്, കൊടുത്തുകൂടെയെന്ന്. സ്വാഭാവികം, എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന പേഴ്സൺ തന്നെയാണ്, എന്നെ അറിയുന്നവർക്ക് അറിയാം. പക്ഷെ ഞങ്ങൾ ഇപ്പോ അങ്ങനെ കൊടുക്കാൻ പാകത്തിനുള്ള ഒരു നിലയിലല്ല. ഒരു മനുഷ്യന്റെ ഇല്ലായ്മയും നല്ല പണത്തിന്റെ സാമ്പത്തിക അവസ്ഥയും ഉള്ള അവസ്ഥയും ഇല്ലായ്മയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ലൈഫാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് എനിക്ക് ഇല്ലായ്മ ഉള്ളതൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ചോദിക്കുന്നവരെന്ന് പറയുന്നത്
3000 തൊട്ട് 10000 രൂപ വരെയൊക്കെയാണ്. സിമ്പിളായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ചേച്ചി എനിക്കൊരു 10000 രൂപ അയച്ചു തരുമോ, ഞാൻ അടുത്ത മാസം തരാം, അല്ലെങ്കിൽ ഒരു 10000 രൂപ എനിക്ക് 5000 രൂപ അയച്ചു തരുമോ, എനിക്ക് ഇന്ന ആവശ്യത്തിനാണ്. ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നതല്ല കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കരുത് ഓ ഞാൻ അവളോട് ചോദിച്ചു, അവളത് പബ്ലിക് പ്ലേസിൽ വന്ന് പറയുന്നു ഇത്രയും ക്രൂരയാണോ അവളെന്ന്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ക്രൂരയൊന്നും അല്ല. പക്ഷെ എനിക്ക് നിങ്ങൾ ഈ ഓരോരുത്തരോടും ഞാൻ നിങ്ങളോട് റിപ്ലൈ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ഞാൻ പറഞ്ഞ റിപ്ലൈ. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവള് വെറുതെ പറയുന്നതാണെന്ന്. യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഒന്നും അത്രയും ഏർണിങ്സ് എനിക്ക് വന്നിട്ടുമില്ല. ഞാൻ പ്രൊമോഷൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്നവർ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇന്നലെ ഓപ്പൺ ചെയ്തപ്പോഴും അതിനകത്തും പൈസ ചോദിച്ചേക്കുവാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ തന്ന് സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്. അത് എന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ അളവില്ലാണ്ട് കൊടുത്തു വിട്ടുന്ന പേഴ്സൺ തന്നെയാണ്. പക്ഷെ ഇന്ന് നമുക്കതിന് പറ്റില്ല. മനുഷ്യന് എല്ലാ സമയത്തും എപ്പോഴും കൊടുക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഞങ്ങൾക്ക് പൈസയ്ക്ക് ടൈറ്റ് വന്നതെന്ന് ഞങ്ങൾ അറിയുന്നവർക്കറിയാം. അതുകൊണ്ട് ഒരിക്കൽ പോലും ഈ വീഡിയോ കാണുന്ന ആരും ഞങ്ങളെ തെറ്റിദ്ധരിക്കില്ല. നമുക്കിപ്പോ എല്ലാ പേരും ഉള്ള സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് സ്വരൂകൂട്ടി വെച്ച് അവരവരുടെ കാര്യങ്ങൾ നോക്കാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്, അല്ലേ? അതുമാതിരി ഒരു പേഴ്സൺ തന്നെയാണ് ഞാനും. കാരണം ഞാനൊരു വീട്ടമ്മയാണ്. അപ്പൊ എനിക്ക് എല്ലാത്തിനും ഒരു പരിമിതികളുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് ഇതിൽ ഇത്ര ആക്റ്റീവ് ആവുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് അമ്മയെയും എന്നെയും അറിയുന്നവര് അല്ലെങ്കിൽ നമ്മളെ ചുറ്റും അറിയുന്നവർക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നതെന്നുള്ളത്. അത് ഒരുപാട് പേരിൽ നിന്ന് ഞാൻ അറിയുകയും ചെയ്തു അതിന്റെ ഗുണങ്ങൾ. ഞാൻ എന്ന് പറയുന്ന പേഴ്സൺ, ഇങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ വന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. സോ സഹായിക്കാൻ ആഗ്രഹം ഇല്ലാത്തതല്ല. അത്രയും നന്നായിട്ട് സാമ്പത്തിക സ്ഥിതി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ചാനൽ വഴി ഞാൻ സഹായിക്കും. അതിന് ഞാൻ ബില്ലിങ്ങുമാണ്. പക്ഷേ ഇപ്പൊ ചോദിക്കുന്ന ആർക്കും കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരു പൈസ എൻ്റെ കയ്യിലില്ല. കാരണം എന്റെ വാട്സപ്പ് ഫുള്ള് പൈസ ചോദിച്ചേക്കുന്നവരാ. അതിൽ കുറച്ച് പേര് മാത്രമാണ്. നല്ല ആൾക്കാരുണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല കേട്ടോ. കുറേ പേര്. അതിലൊന്നാണ് മോൾക്ക് ഡ്രസ്സ് കൊടുത്ത ചേച്ചി. പിന്നെ അല്ലാണ്ട് വേറൊരു ചേച്ചിയുണ്ട്, ക്യാൻസർ പേഷ്യന്റ് ആണ് ചേച്ചി. കീമോ കഴിഞ്ഞിട്ട് ഇത്ര കീമോ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു അമ്മയുണ്ട്, കുറെ അമ്മമാരുണ്ട്. ഒരല്ല കേട്ടോ, കുറെ അമ്മമാരുണ്ട്. ഗൾഫിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഞങ്ങളെ വിശേഷങ്ങൾ മാത്രം ചോദിക്കുന്നത്. അങ്ങനത്തെ അമ്മമാരുണ്ട്. പിന്നെ കുറെ ചേച്ചിമാരുണ്ട് ഞങ്ങളെ വിശേഷം മാത്രം ചോദിക്കുന്നത്. പിന്നെ വേറെ കുറെ ചേച്ചിമാരുണ്ട്, എടാ നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, ആ ചെയ്യുന്നതൊക്കെ അതായത് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു തരുന്ന ഒരുപാട് വ്യക്തികൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്റെ നമ്പർ കളക്ട് ചെയ്തവരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ കൂടുതലും പൈസ ചോദിക്കുന്നവരായിപ്പോയി. പിന്നെ നിങ്ങൾക്ക് ഞാൻ സഹായം ചെയ്യും, അത് ഉറപ്പാണ്. എന്റെ ചാനൽ വഴി ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. ആണ് കിടക്കണേ. എന്റെ ചാനൽ വഴി എന്ത് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ഞാൻ ചെയ്യും. അതിന് ഒരു ഇതുമില്ല. ഞാൻ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ ഇനിയിപ്പം ബില്ലിംഗ് ആണ്. ഞാൻ എന്തായാലും പ്രൊമോഷൻ വീഡിയോകൾ ഇനി എടുത്തു തുടങ്ങും. സോ അപ്പൊ എനിക്ക് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഞാൻ സഹായിക്കും. ഇല്ലാന്നൊന്നും പറയണില്ല. പക്ഷെ ഇപ്പൊ അറ്റ് പ്രസന്റ് ക്യാഷ് ചോദിച്ചവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ആരും എന്നോട് അവരങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ എന്നൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സമയത്തും എല്ലാവരും സാമ്പത്തികമായിട്ട് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന സ്റ്റേജ് ആവണമെന്നില്ല. പക്ഷെ എന്റെ ചാനൽ വഴി എല്ലാ സഹായങ്ങളും എല്ലാവർക്കും കൊടുക്കും. അപ്പം മൊബൈൽ നമ്പർ അൺഇൻസ്റ്റൽ ചെയ്തതിന്റെ റീസൺ ഇതാണ്. ഒരുപാട് പേര് ക്യാഷ് ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് പറ്റാത്ത സ്റ്റേജ് വന്നു. കാരണം കൊടുക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേജ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ അൺലിസ്റ്റ് ചെയ്തത്. അപ്പൊ ആർക്കും വിദ്വേഷമൊന്നും തോന്നരുത്, ദേഷ്യമൊന്നും തോന്നരുത്. ഇവളിങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ എന്ന് ചോദിക്കരുത്. എന്നോട് പേഴ്സണലി സംസാരിച്ച കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഒന്ന് പറഞ്ഞൊന്ന് തോന്നരുത്. ഒന്നും ആർക്കും തോന്നരുത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യം നിങ്ങൾ അറിയിക്കണം എന്നുണ്ട്. എനിക്ക് ഓരോരുത്തരോടായിട്ട് പറയാൻ പറ്റണില്ല. അത്രയും മെസ്സേജ് വന്ന് കിടക്കുവാണ്. അതുകൊണ്ട് എനിക്ക് എന്തിനൊക്കെയാണ് ആൾക്കാർ മെസ്സേജ് ഇട്ടിരിക്കണമെന്ന് ഇനി എനിക്ക് നോക്കാൻ പറ്റാത്ത മെസ്സേജുകളുണ്ട് അതിനകത്ത്. അത്രയ്ക്ക് മെസ്സേജുകൾ വന്ന് കിടക്കുവാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടത്. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണും. അപ്പൊ എനിക്ക് ഞാൻ പറയാനുള്ള എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ എത്തുന്നുണ്ട്. സോ അപ്പം ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ട്. ആരെയും ഞാൻ പേഴ്സണലൈസ് ചെയ്തിട്ട് എന്താ പറയാ റിമാർക്ക് ചെയ്യുന്നതല്ല, കാര്യം പറഞ്ഞതാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ടാറ്റാ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.